ഹലോ, എല്ലാവർക്കും ഗാർഡൻ ഖസാനയിലേക്ക് സ്വാഗതം. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് അല്ലേ. ഇടയ്ക്ക് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം നാട്ടിലൊന്ന് പോയേ. ഇപ്പം ജൂലൈയിൽ നമ്മൾ നാട്ടിൽ പോയി. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ പോകുന്നതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചെടിയെല്ലാം ഞാനൊന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചു. കാരണം നമ്മൾ ഇട്ടാലും നാട്ടിൽ പോകുമ്പോഴത്തേക്കും ഇവിടുത്തെ ചൂടിൽ അതെല്ലാം പോകും. അത് കാരണം ഞാൻ ഇട്ട ചെടികളും പിന്നെ അധികം ടേക്ക് കെയർ ചെയ്തില്ല. പിന്നെ നാട്ടിൽ നിന്ന് വന്നു, പിന്നെ എനിക്ക് എമർജൻസി ഒന്നുകൂടെ പോകേണ്ട വന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ചെടിയിൽ അത്രയും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. എങ്കിലും കുറച്ച് ചെടികൾ നട്ടിരുന്നേ. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതുണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ തണുപ്പ് തുടങ്ങി. തണുപ്പ് ഇപ്പോൾ ജാക്കറ്റൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ, തണുപ്പ് നന്നായിട്ട് തുടങ്ങി. ഈ വീക്കെൻഡിൽ, അതായത് ശനി ഞായറൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ ഫ്രീസിങ്ങാണ് വരുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ കൊള്ള ചെടികളെടുത്ത് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ അടുത്ത വർഷം പിന്നെ പാടായിരിക്കും. അപ്പം ഞാൻ കോവൽ, ഇതിപ്പോൾ കോവലാണേ. ഈ കോവൽ ഞാൻ എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ പോയി തുടങ്ങി, കണ്ടോ? നന്നായി അത്യാവശ്യം എനിക്ക് ഉണ്ടായിരുന്നു, നന്നായിട്ട് കോവയ്ക്ക ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ പഴുത്ത് കിടപ്പുണ്ട് കോവയ്ക്ക. കാണാമോ ഇത്? കണ്ടോ? കോവയ്ക്ക പഴുത്ത് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉണ്ടാകത്തില്ലേ, തണ്ടൊക്കെ ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ ഇതിലുണ്ടാകത്തില്ല. അപ്പം ഞാനിത് എങ്ങനെയാണ് അടുത്ത വർഷത്തേക്ക് സേവ് ചെയ്ത് വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. പണ്ട് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പ് വെട്ടി വെള്ളത്തിൽ വയ്ക്കുമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം ഞാനത് ബക്കറ്റിലാണ് വയ്ക്കണേ. എല്ലാ കോവലും ഇതുപോലെ ബക്കറ്റിൽ വെച്ചിട്ട്, കണ്ടോ, ഇതൊരു ചെറിയ മൂടാണേ. പുല്ലൊക്കെ കയറി നല്ലതായിട്ട് വളർന്നിട്ടുണ്ട്. ഇത് നല്ലൊരു മൂടാണ്. ഇതൊരു നല്ലതാണ്. ഇതുകൊണ്ട് എനിക്കൊരു 3-4 മൂടി ഞാൻ വെച്ചായിരുന്നു. നന്നായിട്ട് എനിക്ക് കോവയ്ക്ക കിട്ടുകയും ചെയ്തു കേട്ടോ. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുറച്ചിതായിട്ട് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് സൂക്ഷിച്ച് ഇതിൻ്റെ വള്ളി നോക്കി എടുത്ത് ഈ ഉണങ്ങിയതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് എടുത്ത് റൗണ്ട് ചെയ്ത് വയ്ക്കുവേ. ഒരിച്ചിരി പണിയാണ്. ഞാൻ വിചാരിച്ചു ഒത്തിരി അങ്ങ് തണുപ്പ് വരുന്നതിന് മുന്നേ ഇന്നിതെല്ലാം അങ്ങ് എടുത്ത് സേവ് ചെയ്ത് വെക്കുവാണേലേ അടുത്ത വർഷം പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. നമ്മൾ വെള്ളത്തിൽ ഒരു കമ്പ് വെച്ച് വെള്ളത്തിൽ നിന്ന് പിന്നെ അത് കിളിപ്പിച്ച് വരുമ്പോഴത്തേക്കിന് അതിന് ഒത്തിരി സമയമാവും. ഇതിപ്പോൾ നമ്മൾ റൂട്ടോടുകൂടി ബക്കറ്റിൽ നിന്ന് എടുത്ത് വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് ശരിയായി വന്നോളും. ഇപ്പം ഇച്ചിരി പണിയാണ്. നമ്മളൊന്ന് നോക്കി എടുത്ത് നാട്ടിലെന്ത് സുഖമല്ലേ, നമുക്കിതൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വറി ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മളെടുത്തു, അത് പിന്നെ ഒരിക്കലും അത് പോകത്തില്ല. ഇതാണ് എല്ലാ വർഷവും നമ്മൾ നവംബർ ഡിസംബർ ആകുമ്പോൾ ഇതെടുത്ത് അകത്ത് വയ്ക്കും. പിന്നെ മാർച്ച് ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് പിന്നെ എടുത്ത് പുറത്ത് വയ്ക്കും, കായ്ക്കും. അപ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമാണ് നമുക്ക്. ഒത്തിരി കോവയ്ക്ക വരുന്നതും കുറച്ചൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഒരിച്ചിരി സമയം എടുത്തു എനിക്ക് ഇതിനെല്ലാം എടുത്ത് മുറിച്ചെടുക്കാനൊക്കെ. പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഈ 2 കമ്പിയില്ലേ, ഈ കമ്പിയുടെ ഇടയ്ക്കൂടൊക്കെ വള്ളി കയറിപ്പോയി. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൂടെ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറിപ്പോയി. അങ്ങനെ പോയപ്പോഴത്തേക്കിന് അത് എടുക്കാൻ പാടാം. അപ്പം ഞാൻ അതൊക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഞാൻ പറ്റാവുന്നിടത്തോളം സേവ് ചെയ്യാൻ പറ്റാവുന്നിടത്തോളം ഞാൻ സേവ് ചെയ്തതൊക്കെ കണ്ടോ, ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ സേവ് ചെയ്യാൻ പറ്റാവുന്നിടത്തോളം ഞാൻ ഒടിക്കാതെ സേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിപ്പോൾ അടുത്ത വർഷം ഞാൻ വെക്കുമ്പം ഇത് കണ്ടോ, ഇത്ര ഓൾറെഡി മച്ചൂർ പ്ലാന്റാണ്. അപ്പം ഇനി പെട്ടെന്ന് അത് കായ്ക്കാൻ തുടങ്ങും. ഇവിടെ നിന്ന് വിട്ടേ.
ഇനി എടുത്തു. ഇനിയിപ്പോൾ ഇവിടെ താഴെ ഇതെന്താണെങ്കിലും ഇതിൻ്റെ റൂട്ട് പോയിട്ടുണ്ടേ, താഴെ റൂട്ട് പോയിട്ടുണ്ട്. എന്നാലും നമ്മളൊന്ന് ഇളക്കി എടുക്കുക. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ആ റൂട്ട് അത്ര ഒടിച്ചു പോയാലും അടുത്ത വർഷം അത് വന്നോളും. കണ്ടോ, ഇത് റൂട്ടാണ്. കണ്ടോ, റൂട്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാനിവിടെ ഒരു ഹോൾ ഇട്ടായിരുന്നു കേട്ടോ വെച്ചതേ. ബക്കറ്റ് വെച്ചപ്പം ഇച്ചിരി നന്നായിട്ട് ഹോൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കൂടെ ഓക്കെ, ഈ വേര് പൊട്ടിപ്പോവും. ഈ പൊട്ടിയ വേര് പൊക്കോട്ടെ, സാരമില്ല. ഇടയ്ക്ക് ഈ വേറെ ചെടികളൊക്കെ വന്നേക്കുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ വള്ളി കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. മാക്സിമം സേവ് ചെയ്യാൻ പറ്റാവുന്നിടത്തോളം ഞാൻ സേവ് ചെയ്താൽ വെച്ചേക്കണം കേട്ടോ. ഈ കിളുന്തൊക്കെ ഞാനങ്ങ് മുറിച്ച് കളയും. ഈ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്തിട്ടോ. ഈ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറിക്കുമ്പോൾ എപ്പോഴേലും അത് ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതും എടുക്കത്തില്ലേ. എന്നിട്ട് ഇത് ചുമ്മാതെ ഒന്ന് മടക്കി ഇതിനകത്തോട്ട് വെച്ചാൽ മതി. മാക്സിമം മടക്കാവുന്നിടത്തോളം. കഴിഞ്ഞ വർഷവും ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം എനിക്ക് ഇത്രയും ഇല്ലായിരുന്നു കോവൽ. എന്നിട്ട് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതാണ്. അധികം ഒടിയാത്ത രീതിയിൽ കുറച്ച് തുമ്പങ്ങ് വെട്ടിക്കളയാം. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിളുക്കുവേ. ഞാൻ കാണിച്ചു തരാം വെള്ളത്തിൽ വയ്ക്കുന്നത് എങ്ങനെയാണ്. പൊട്ടാത്ത രീതിയിൽ ഒന്ന് മടക്കി നമുക്കിങ്ങനെ വെച്ചാൽ മതി ഇതിനകത്തോട്ട്. എന്നിട്ട് ഇനി ഞാനിത് ഗരാജിലാണ് വയ്ക്കുന്നത് കേട്ടോ. ഗരാജിൽ കൊണ്ട് വയ്ക്കും. എന്നിട്ട് തണുപ്പ് കഴിയുമ്പോൾ ഇതെടുക്കും. ചിലപ്പോൾ ഇതിനകത്തും തന്നെ ഇത് കിളുത്ത് വരും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇത് ചെറുതായിരുന്നേ. ഇതൊരു കുഞ്ഞിക്കമ്പ് ഞങ്ങൾ തട്ടത്. അതിനകത്തൊന്നും അധികം വന്നില്ല. പക്ഷെ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് അടുത്ത പ്രാവശ്യം പെട്ടെന്ന് ഇത് കിളിച്ചോളും. കണ്ടോ, ഞങ്ങൾ മുറിച്ചും കൊടുക്കും ഞാൻ. ഓക്കെ, ഇനിയും നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട്. ഇതുകൂടെ എടുത്ത് ഇത് 2 തണ്ടായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. ഇതിൻ്റെയും മാക്സിമം ഒത്തിരി വലുതായി കഴിഞ്ഞാൽ നമ്മൾ വെക്കാനും പാടാം. അതുപോലെ തന്നെ ഞാൻ എടുത്തപ്പോൾ എവിടെയോ ഒടിഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഇവിടെ ഈ ഒടിഞ്ഞ ഭാഗമൊന്നും ഞാനിങ്ങനെ വെക്കില്ലേ. ഇതിനിപ്പം വേണമെങ്കിൽ അങ്ങ് മുറിച്ച് കളഞ്ഞാൽ നമുക്ക് അടുത്ത ചെറിയൊരു തണ്ട് വെച്ച് നോക്കാനുള്ളൂ. കോയിപ്പിയോന്നേ. ഞാൻ മുറിക്കുമ്പോൾ എപ്പോഴും ഞാൻ മുന്നോട്ട് നോക്കിയിട്ടാണ് മുറിക്കുന്നത് കേട്ടോ.
വെക്കാൻ ഇച്ചിരി പാടാണ്, കാരണം ഒടിയാതെ വെക്കുകയും വേണം. പറ്റാവുന്നതിൻ്റെ മാക്സിമത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ 3 ബക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോവൽ പറിച്ചപ്പോൾ കുറേ തണ്ടുകൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എടുക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് മുറിച്ച് കളഞ്ഞായിരുന്നേ. അപ്പോൾ ആ തണ്ടുകൾ ഞാൻ സേവ് ചെയ്യും, ഞാൻ വെള്ളത്തിലിട്ട് വെക്കും. പിന്നെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഫ്രണ്ട്സോ അവർക്കൊക്കെ അടുത്ത പ്രാവശ്യം തണ്ട് വേണമെന്ന് പറയുമ്പോൾ ഞാൻ അതെടുത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാനിത് ഒരു 1, 2, 3 ഒരു 3 നോഡ് വലുപ്പത്തിൽ മുറിക്കും. ഒരു നോഡിന് താഴെയാണ് മുറിക്കുന്നത്. ഒരു നോഡിന് താഴെ ഇങ്ങനെ മുറിച്ചിട്ട് ഇതങ്ങ് വെള്ളത്തിലോട്ട് വയ്ക്കും. ഓക്കെ, അങ്ങനെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് വെക്കുമ്പം അതിൻ്റെ ആ ഓറിയൻറ്റേഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ ആ സ്റ്റെം പോയേക്കുന്നത്. അപ്പം അതേപടി തന്നെ വെക്കണം. അത് തല തിരിച്ച് കുത്തി വെച്ചാലും കിളുക്കത്തില്ല. അപ്പം അതും ഒരു ഓർമ്മ വേണം എപ്പോഴും വയ്ക്കുമ്പം. നമ്മൾ പറയത്തില്ലേ എല്ലാ പാർട്ടും ചെറിയ ഇതൊക്കെ ഞാനിങ്ങനെ വെക്കുവേ. ചിലപ്പോൾ കിളുക്കും, ചിലപ്പോൾ കിളുക്കത്തില്ലായിരിക്കും. ചിലതൊക്കെ അഴുകി പോകാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ ഞാനങ്ങ് വെക്കുവാണ്. അപ്പം ഇതൊരു നമ്മുടെ ഫോൾഗസിൻ്റെ കോഫി പാത്രമാണ്. അത് എംറ്റി ആയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ നന്നായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് ഇത് വെച്ചേക്കുവാണ്. ഇനി ഇവിടെ നിന്ന് ഇത് പൊട്ടിക്കെളുത്തോളും, വേര് വന്നോളും. പതുക്കെ വെള്ളം കുറയുമോ അല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഞാൻ വെള്ളം മാറ്റും. മിക്കവാറും അധികം മാറ്റേണ്ട ആവശ്യമില്ല. ഇത് 2 മാസം കഴിയുമ്പോഴത്തേക്കിനൊന്ന് വേരൊക്കെയായി നമുക്ക് മണ്ണിലേക്ക് കുത്തി വയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഇവിടെ ഞങ്ങളെല്ലാവരും ചെയ്യുന്നത്. ചിലപ്പം കോവൽ കിളുക്കാതൊക്കെ വരും. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക ചെയ്യുന്നത്. ഇതുപോലെ കോവൽ തണ്ട് എല്ലാവരും എടുത്ത് വയ്ക്കും. എടുത്ത് വെച്ചിട്ട് അടുത്ത വർഷം ഇല്ലാത്തവർക്ക് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.